നമസ്കാരം. ഒരു സംഭവ കഥയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നാളെ ഇത് നിങ്ങളുടെയോ എൻ്റെയോ നമ്മുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മകന് വേണ്ടി അച്ഛനും അമ്മയും പെൺകുട്ടിയെ തരുന്നു. 2 പെൺകുട്ടികളുള്ള ഒരിടത്തരം കുടുംബത്തിൽ നിന്ന് മൂത്ത കുട്ടിയെ മകന് വേണ്ടി ഇവർ വിവാഹം കഴിച്ച് വാങ്ങുന്നു. ആ സമയത്ത് മകന് ജോലി ഉണ്ടായിരുന്നത് ബോംബെയിലാണ്. ഹണിമൂണിൻ്റെ ആരംഭഘട്ടത്തിൽ മരുമകളുടെ നിർബന്ധത്തിന് വഴങ്ങി മോൻ ബോംബെയിലെ ജോലി ഉപേക്ഷിക്കുന്നു. ആ ജോലി ഉപേക്ഷിക്കുന്ന സമയത്ത് നാട്ടിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടാൻ വേണ്ടി ഭാര്യയുടെ സ്വർണം അവിടെ വീട്ടുകാരുടെ അനുവാദത്തോടുകൂടി പണയം വെക്കുന്നു. അങ്ങനെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്നു. കുറച്ച് നാളിന് ശേഷം മരുമകൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്കും ഒരു മൊബൈൽ ഷോപ്പ് ഇട്ട് കൊടുക്കുന്നു. 2021 നവംബറിൽ നടന്ന കല്യാണം. രാവിലെ അമ്മായിയമ്മയും മരുമകളും കൂടി വീട്ടിൽ നിന്നിറങ്ങുന്നു. അമ്മായിയമ്മയുടെ വണ്ടിയിൽ മരുമകൾ ഓടിച്ച് അമ്മായിയമ്മയെ കൊണ്ടുവന്ന് അമ്മായിയമ്മയുടെ ബ്യൂട്ടി പാർലറിൻ്റെ താഴെ നിർത്തിയിട്ട് അവൾ വണ്ടിയും കൊണ്ട് അവിടെ മൊബൈൽ ഷോപ്പിൽ പോകുന്നു. അങ്ങനെ തിരിച്ചു വരുന്നു. ഈ ജീവിതം ഇങ്ങനെ നടക്കുകയാണ് മുമ്പോട്ട്. അങ്ങനെ എനിക്ക് പല ദിവസങ്ങളിലും മരുമകൾ ഹോട്ടലിലെ ഫുഡ് കഴിക്കുന്നത് ഹെൽത്തി ഫുഡല്ല, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുമെന്ന് ഈ അമ്മ, ബ്യൂട്ടി പാർലർ നടത്തുന്ന അമ്മ പറയുന്നു. പിന്നെ അവളുടെ വേഷവിധാനത്തെപ്പറ്റി പലപ്പോഴും അമ്മയ്ക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം മകൻ്റെ ഭാര്യയാണ്, അവളെപ്പറ്റി മറ്റൊരാൾ മോശമായി പറയുന്നവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അവളെ അങ്ങനെ ആ രീതിയിൽ സ്നേഹപൂർവ്വം ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവളുടെ അനുജത്തി, ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടി, ഈ വീട്ടിൽ വരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ഈ വീട്ടുകാർ കൊണ്ടു കൊടുക്കുന്നു. അവൾ, ഈ വീട്ടമ്മയായ ബ്യൂട്ടി പാർലറുടമയായ സ്ത്രീ മരുമകളുടെ ചോദിക്കുന്നു, ഇവളോടെ പഠിക്കാൻ പോയതല്ലേ, പിന്നെ അവൾക്ക് ഇവിടെ നിന്നാണ് ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി പറഞ്ഞു, ഇവൾക്ക് അവിടെ സ്പോൺസറുണ്ട് ബാംഗ്ലൂരിൽ, അവൾ അവിടെ പഠിക്കുക മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, മോഡലിങ്ങും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ വിവരം അമ്മായിയമ്മ നിരന്തരം തന്നെ ഉപദേശിക്കുന്നത് മരുമകൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. മരുമകൾ അപ്പോൾ വിവരങ്ങൾ അവളുടെ അനിയത്തിയെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ അമ്മായിയമ്മയോടുള്ള വൈരാഗ്യം അവരോട് ചിരിച്ചുകൊണ്ട് തന്നെ, അവരോടൊപ്പം നടന്നുകൊണ്ട്, ഒട്ടി നടന്നുകൊണ്ട് മരുമകൾ അവളുടെ വീട്ടിലും അനിയത്തിയോടൊക്കെ പറയുന്നു. അനിയത്തി എന്നേക്കുമായി അമ്മായിയമ്മയുടെ, ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് വന്ന് അവരുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു. അന്ന് വൈകിട്ട് ചേച്ചി അനിയത്തിയും കൂടി ഇവരുടെ 2 വീലർ എടുത്തുകൊണ്ട് പുറത്തു പോകുന്നു. തൊട്ടടുത്ത ദിവസം അനിയത്തി തിരിച്ചു പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം എക്സൈസ് സംഘം ഈ പറഞ്ഞ വീട്ടമ്മ നടത്തുന്ന ബ്യൂട്ടി പാർലറിലെത്തുന്നു. അവരുടെ സ്കൂട്ടറിൻ്റെ ബോക്സിൽ നിന്നും, അവരുടെ വാനിറ്റി ബാഗിൻ്റെ ഉള്ളിൽ നിന്നും LSD സ്റ്റാമ്പ് പോലത്തെ ഒരു വസ്തു പിടിച്ചെടുക്കുന്നു. എക്സൈസ് സംഘം വിധി എഴുതി, ഇത് LSD സ്റ്റാമ്പാണ്, മാരകമായ ലഹരിയാണ്, നാക്കിൻ്റെ ഇടയിൽ വെക്കുന്നതാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. ഞാനീ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഷീല സണ്ണി എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ ഉടമയ്ക്ക് സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് നിങ്ങളിതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയാനുള്ള കാരണം. മറ്റൊരു കാരണം, അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവർ പോകുന്നു. അവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് അവർ എക്സൈസുകാർ ചോദിക്കുമ്പോൾ, ഒരു സംശയം എനിക്ക് ആരെ പറ്റിയില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല, ആരിങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം തുടർച്ചയായത് കുറേ ദിവസങ്ങളിൽ മകൻ അവരോടൊപ്പം ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് മകൻ അങ്ങോട്ട് ചെല്ലാതെയായി. അങ്ങനെ ഈ LSD സ്റ്റാമ്പിൻ്റെ ജെന്യൂനിറ്റി പരിശോധിക്കാൻ വേണ്ടി എക്സൈസ് സംഘം അയക്കുന്നു. അങ്ങനെ അയക്കുമ്പോൾ അത് LSD സ്റ്റാമ്പെല്ലാം തെളിയുകയും ജയിലിൽ റിപ്പോർട്ട് കൊടുത്ത് അവർ പുറത്തു വരികയും ചെയ്യുന്നു. 72 ദിവസത്തോളമാണ് ഈ സ്ത്രീ ജയിലിൽ കിടന്നത്. അതിനുള്ള പരിഹാരം എന്നതിൽ ഈ മറ്റുള്ള കക്ഷികൾ, പ്രതികൾ അതിൽ കൂടുതൽ ദിവസം കിടക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനിയാണ് യഥാർത്ഥ കഥാപാത്രം വരുന്നത്. മരുമകളുടെ അനിയത്തിയായ ലിവിയ ജോസ് എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പെൺകുട്ടിയാണ് ഈ ചേച്ചിയുടെ അമ്മായിയമ്മയുടെ ബാഗിൽ LSD സ്റ്റാമ്പും സ്കൂട്ടറിലും ഇത് വെച്ചത് അവരെ പിടിപ്പിക്കാൻ ശ്രമിച്ചത്. അതിന് കൂട്ടായി നിന്ന് അവിടെ സുഹൃത്തായ നാരായണദാസ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ളവനാണ്. നാരായണദാസ് എന്ന ബാംഗ്ലൂരുകാരൻ്റെ ഫോണിൽ നിന്നാണ് എക്സൈസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിക്കുന്നത്. അപ്പം
ഇവൾ ഇവിടുന്ന് നാരായണദാസ് അറസ്റ്റിലാവുന്നതിന് മുമ്പ് തന്നെ ലിവിയ ജോസ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ വെച്ച് അവളുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു അറിഞ്ഞുകൊണ്ട് പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ തലേ ദിവസം അവൾ നാട്ടിലെത്തുന്നു. ബോംബെയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവൾ പറയുന്നത് ഈ 23 വയസ്സുള്ള അവളെ പറ്റി ചേച്ചിയുടെ അമ്മായിയമ്മ മോശമായ പല അഭിപ്രായങ്ങളും പല സമയങ്ങളിലും പറഞ്ഞിട്ടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി, വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഒരു നേരത്തെ വാശിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. നൈജീരിയയിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ വായിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നു. ഇത് LSD സ്റ്റാമ്പ് അല്ല, തന്നവർ ഞങ്ങളെ ചതിച്ചു എന്നാണ് പറയുന്നത്. ഇവയ്ക്ക് ഇവിടുന്ന് ഇത്രയേറെ പൈസ കിട്ടി എന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ലഹരി മാഫിയയുടെ കയ്യിലെ കണ്ണിയായിരിക്കാം ഒരുപക്ഷെ ഇവൾ. കാരണം ഈ ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് തോന്നാനുള്ള സംശയം തന്നെ ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യം അവൾ ബാംഗ്ലൂരിൽ പോയിട്ട് വരുന്നു, അത് ഫ്ലൈറ്റിൽ. ഇതൊക്കെ എവിടെ നിന്നാണ് പൈസയെന്ന് സ്വാഭാവികമായ ഒരു വീട്ടമ്മ, കുടുംബത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു വീട്ടമ്മ, തൻ്റെ മകൻ്റെ ഭാര്യയുടെ അനിയത്തി നല്ല നിലയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മയമ്മ ചോദിക്കും. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ അവിടെ സുഹൃത്തായ നാരായണദാസ് 10-45 ദിവസമായിട്ട് ജയിലിലാണ്. അവളും 2-3 ദിവസമായി ജയിലിലേക്ക് ചെല്ലും. അവളും ജയിലിലെ സുഖവാസം എന്താണ്, സുഖം എന്താണെന്ന് അറിയാൻ പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിനെ മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചിന്തിക്കേണ്ട അവസരമാണ് തന്നത്. നോക്കുക, ഒരു പെൺകുട്ടി അവളെ ഉപദേശിക്കാൻ പോയ അമ്മായിയമ്മയ്ക്ക് കൊടുത്ത മനോഹരമായ ഒരു റിവാർഡ് അതായിരുന്നു 72 ദിവസം മയക്കുമരുന്ന് കേസിലെ പ്രതിയായി ആ സ്ത്രീ ഷീല സണ്ണി ജയിലിൽ അനുഭവിച്ച വേദന. ജയിൽ കൂട്ടക്കിടന്ന മയക്കുമരുന്ന് കേസിലെ പ്രതികളാണ് പറഞ്ഞത് LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് കിട്ടത്തുള്ളെന്നും അത് നാക്കിനടിയിൽ വെക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഷീല സണ്ണിക്ക് ഇവരാണ്. അവിടെ മുതൽ അവർക്ക് സംശയമുണ്ടാകുകയും ആ സംശയത്തിൻ്റെ പുറത്ത് അവർ പുറത്തു വന്നതിന് ശേഷം കേസുമായി മുമ്പോട്ട് പോവുകയും ഇപ്പോൾ കേസന്വേഷണം സുഗമമായി നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മകനും അവരെ കൈവിട്ടു. മകൻ അറിയാതെ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം മകനും മരുമകളും തങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും ഇന്നും അവർ സുഖമായി ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ആൾ തന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞു എന്നാൽ അവരോട് നേരിട്ട് ചോദിക്കുക, നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുക. ഈ ഗൂഢാലോചനയിൽ മകനായ സംഗീതനും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടങ്ങളിലെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങളിൽ ഭാര്യയുടെ കൂടെ നിൽക്കുവാൻ വേണ്ടി അവനും ഒരുപക്ഷെ അമ്മയൊറ്റിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇത് LSD സ്റ്റാമ്പ് തന്നെ ആയിരുന്നുവെങ്കിൽ 10, 20, 22 വർഷം ഒരു ജയിലിൽ കിടന്ന് അതോടുകൂടി അവരുടെ ജീവിതം തന്നെ അവസാനിക്കും, എന്നേക്കുമായി അവരുടെ ശല്യം മാറിക്കിട്ടുമെന്നുള്ള ലിവിയ ജോസിൻ്റെ ബുദ്ധിയാണ് ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് കുബുദ്ധിയായി തീർന്നു എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾ തീരുമാനിക്കുക. ഇത് നാളെ നമ്മുടെയോ നമ്മുടെ ചുറ്റുവട്ടത്തോ നടക്കാവുന്നൊരു കാര്യമല്ലേ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ അവസ്ഥ ഇത്ര ദയനീയമാണെന്ന് മാത്രമേ നമുക്ക് ഇത്തരണത്തിൽ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.